എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഇപ്പം മുസ്ലിംസ് ആണെങ്കിൽ ഇപ്പോൾ മറ്റ് ആൾക്കാർക്ക് സക്കാത്ത് കൊടുക്കും, പൈസ കൊടുത്ത് സഹായിക്കുകയും ചെയ്യും, പിന്നെ മക്കളെ കെട്ടിച്ചു കൊടുക്കുകയും ചെയ്യും, പാങ്ങൾക്ക് മക്കളെ കെട്ടിച്ചു കൊടുക്കുകയും ചെയ്യും, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കും മുസ്ലിംസേരി അല്ലേ. അതാണ് നമ്മളെല്ലാവരും എങ്ങനെ ആവണോ? പിന്നെ ഇല്ലാതെ ഹിന്ദുക്കളിൽ ഇപ്പോൾ രവി പിള്ള, കല്യാൺസിസ്, ജോയ് അലുക്കാസ്, പിന്നെ അങ്ങനത്തെ മോഹൻലാൽ പാവം സഹായിക്കും തോന്നുന്നു. ഞാൻ കേട്ടിട്ടില്ല. മമ്മൂട്ടി കേട്ടിട്ടുള്ളൂ, അത്ര അറിഞ്ഞിട്ടില്ല. എന്നാലും മമ്മൂട്ടി സഹായിക്കുന്നത് കേട്ടിട്ടുണ്ട്, കുറേ കേട്ടിട്ടുണ്ട്. മമ്മൂട്ടി സഹായിക്കുന്നു, മോഹൻലാൽ കേട്ടിട്ടില്ല. എന്നാലും മോഹൻലാൽ കൊടുക്കുന്നുണ്ടാവും. മോഹൻലാൽ എത്ര പൈസ കിട്ടിയിട്ടും കാര്യമില്ല, എന്തിനാ മേടിക്കുമ്പോൾ ഉണ്ടാവുമോ? മോഹൻലാൽ മേടിക്കുമ്പോൾ ഉണ്ടാവില്ല, അപ്പോൾ സഹായിക്കുന്നുണ്ടാവും. എന്നാലും ബാക്കി എല്ലാവരോടും എനിക്ക് സഹായിക്കണം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം. നമ്മൾ അത് നല്ലത്. വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക, മക്കളെ കെട്ടിക്കാനുണ്ടെങ്കിൽ മക്കളെ കെട്ടിച്ച് കൊടുക്കുക, ജോലി ഇല്ലാത്തവർക്ക് ജോലി ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യണം നമ്മൾ. അത് സൗഹൃദം. ഇപ്പോൾ ഹിന്ദുക്കളായാലും മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ എന്തിനാ തല്ലുകൂട്ടം നമ്മൾ സുരേഷ് ഗോപി ആയാലും നമ്മളായാലും മുരളീധരനായാലും സുരേന്ദ്രനായാലും യോഗി ആയാലും മോഡി ആയാലും അമിത്ഷാ ആയാലും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കാൻ എല്ലാവരും. നമ്മളെല്ലാവരും ഒറ്റക്കെട്ട്. എന്തിനാണ് തല്ലൂടാൻ നിൽക്കുന്നത്? അവൻ BJP ആണ്, അവൻ RS ആണ്, അവൻ മാർക്സിസ്റ്റാണ്, അവൻ ലീഗാണ്, അവൻ കോൺഗ്രസ്. അങ്ങനെ തല്ലൂടാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക. ഈ മോഡി ആയാലും അമിത്ഷാ ആയാലും യോഗി ആയാലും സുരേഷ് ഗോപി ആയാലും മുരളീധരനായാലും സുരേന്ദ്രനായാലും ആരായാലും നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുക. എന്താ പറയുക, കൃഷ്ണനായാലും വിഷ്ണു ആയാലും അങ്ങനത്തെ പിന്നെ മറ്റുള്ള വിഷ്ണു ആയാലും സന്ദീപ് ആയാലും ഉമർ ആയാലും അബൂബക്കർ ആയാലും അങ്ങനത്തെ നല്ല ഉസ്മാൻ അങ്ങനെ എല്ലാവരും നല്ല പേരായാലും ക്രിസ്ത്യൻസിൽ ഇപ്പം എന്താ പേര് ജോയ് അലുക്കാസ് അങ്ങനത്തെ നല്ല എല്ലാവരും ജോയ് അലുക്കാസിന് എനിക്ക് ക്രിസ്ത്യൻസ് പേരെനിക്ക് അറിയില്ല, അതാണ് പറയാത്തട്ടെ. അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ നിൽക്കുമ്പോൾ ഒറ്റക്കെട്ട്. എന്തിനാണ് തല്ലൂടണം? നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുക. ആ ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, എന്തിനാണ് തല്ലൂടാൻ നിൽക്കുന്നത്? നമ്മൾ ഒറ്റക്കെട്ട്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തൃശ്ശൂരല്ല, ഏത് ജില്ലയിലും നന്നാക്കാൻ നോക്കാം. നമ്മൾ കൈയിട്ട് വരണ്ട. എന്തിനാ കൈയിട്ട് വരണേ? ആരായാലും കൈയിട്ട് വരേണ്ട ഒരു ആവശ്യമില്ല. ചോദിക്കാം, ശമ്പളം കുറവാണെങ്കിൽ ചോദിച്ച് വാങ്ങാം. അല്ലാണ്ട് നമ്മൾ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം നിന്നിട്ട് വികസനം ചെയ്യിപ്പിക്കാണ്ട് നിന്നിട്ട് കാര്യമില്ല. നമ്മൾ കേരളം വികസിക്കണം.